കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നമ്മുടെ തിരുമൂർത്തി ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ട് ചിറ്റൂർ പുഴയിൽ വെള്ളം അപ്രതീക്ഷിതമായി കയറി മൂലത്തറ ഡാമിന് മുകളിൽ 2-3 മനുഷ്യർ അകപ്പെട്ടുപോയ ഒരു സംഭവമുണ്ടായി. അന്ന് മുഖ്യമന്ത്രി കരുണാകരനായിരുന്നു. ഇന്നത്തെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി MLA ആയിരുന്നു. ഇന്ന് അതേ മൂലത്തറ റെഗുലേറ്റർ വഴി പെട്ടെന്ന് വന്ന കുത്തൊഴുക്ക് വെള്ളപ്പൊക്കമായി മാറിയപ്പോൾ ചിറ്റൂർ പുഴയിൽ ഏതാണ്ട് 4-5 മനുഷ്യർ ഒറ്റപ്പെട്ടുപോയി. അവരെ രക്ഷിക്കാനായി ഫയർഫോഴ്സ് അപ്പോൾ തന്നെ രംഗത്തെത്തി. വടം കെട്ടി ലൈഫ് ബെൽറ്റുകൾ നൽകി വളരെ സാഹസികമായി ഏതു നിമിഷവും അപകടം സംഭവിക്കുമായിരുന്ന ആ പാറക്കെട്ടിൽ നിന്ന് 5 പേരെയും അവർ രക്ഷപ്പെടുത്തി. ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മുഖ്യമന്ത്രി കരുണാകരനായിരുന്ന സമയത്ത് മൂലത്തറ റെഗുലേറ്റർ തകർന്ന് പൊട്ടിപ്പോയ പാലത്തിന് മുകളിൽ അകപ്പെട്ടുപോയ മനുഷ്യരെ രക്ഷിക്കാനായി അന്ന് ടെലഫോണിലൂടെ മുഖ്യമന്ത്രിയെ വിളിച്ച് പ്രതിഷേധവും ഭീഷണിയുടെ സ്വരത്തിൽ വരെ സംസാരിച്ച് ഹെലികോപ്റ്റർ വരുത്തി അവരെ രക്ഷപ്പെടുത്തിയ പഴയ MLA ആണ്. ആ പഴയ MLA കഴിഞ്ഞ 2 ടേമുകളിൽ ഇടതുപക്ഷ മന്ത്രിയായി മാറിയപ്പോൾ പഴയ മനുഷ്യത്വവും കരുത്തും ഒക്കെ ചോർന്നു പോയോ എന്നെനിക്ക് പല സന്ദർഭങ്ങളിലും തോന്നിപ്പോയി. ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് എഴുതുകയും ചെയ്തു. നമ്മുടെ പിണറായി സർക്കാരിൽ വളരെ പ്രാഗൽഭ്യമുള്ള മന്ത്രിമാരിൽ ഒരാളാണ് കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടിക്ക് ഏത് വകുപ്പും കൈകാര്യം ചെയ്യാനുള്ള വിവരവും മിടുക്കും സാമർഥ്യവും ഒക്കെയുണ്ട്. കാരണം നമ്മുടെ UA ബീരാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ രാജിക്കിടയാക്കിയ ഇരുമ്പരി കേസ്, അത് കഴിഞ്ഞ് R ബാലകൃഷ്ണപിള്ളയുടെ രാജിക്ക് ഇടയാക്കിയ ബ്രഹ്മപുരം അഴിമതി, അതിനുശേഷം കരുണാകരനെതിരെ വൻ വിവാദങ്ങൾ ഉയർത്തിയ പാം ഓയിൽ കേസ്, അതിനുശേഷം നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ കടുംവെട്ട്, ഇങ്ങനെയുള്ള വലിയ ആരോപണങ്ങൾ സർക്കാരുകൾക്കെതിരെ ഉയർന്നപ്പോഴെല്ലാം, മുഖ്യമന്ത്രിമാർക്കെതിരെ ഉയർന്നപ്പോഴെല്ലാം മുന്നണി പോരാളിയായിരുന്നു കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തെ പോലെ ഫയലുകൾ പഠിക്കുകയും അതിനുവേണ്ടി പൊരുതുകയും ചെയ്യുന്ന മറ്റൊരു നേതാവില്ല. കാരണം നമ്മുടെ മന്ത്രിയായിരുന്ന ബേബി ജോണിൻ്റെ രാജിക്ക് ഇടയാക്കിയത് LDF കൺവീനറായിരുന്ന BS അച്യുതാനന്ദനും കെ കൃഷ്ണൻകുട്ടിയും പറമ്പുകുളത്തേക്ക് നടത്തിയ ഐതിഹാസികമായ യാത്രയാണ്. കേരളത്തിൽ ഏതാണ്ട് 60ഓളം മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് BS അന്ന് നടത്തിയ ആ യാത്ര, പറമ്പുകുളം യാത്ര വലിയ വാർത്തയാവുകയും നമ്മുടെ വെള്ളം തമിഴ്നാട് ചോർച്ചയെടുക്കുന്നതും അനധികൃതമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അന്ന് മന്ത്രിയായിരുന്ന ബേബി ജോണിന് ഫലത്തിൽ രാജിവെക്കേണ്ടത്. അതുപോലെ തന്നെ TM ജേക്കബ് മന്ത്രിയായിരുന്ന, ജലസേചന മന്ത്രിയായിരുന്ന TM ജേക്കബിൻ്റെ രാജി, കുരിയാറുകുറ്റി പദ്ധതിയിൽ നടന്ന ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നത് കെ കൃഷ്ണൻകുട്ടിയായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും തലവേദന സൃഷ്ടിച്ച നിയമസഭയിലെ വലിയ പോരാളിയായിരുന്ന അദ്ദേഹം മന്ത്രിയായപ്പോൾ എന്തുകൊണ്ട് തിളങ്ങുന്നില്ല എന്ന ചോദ്യം എനിക്ക് മാത്രമല്ല കേരള സമൂഹത്തിനുള്ളതാണ്. ഇറിഗേഷൻ മന്ത്രിയായപ്പോഴും വൈദ്യുതി മന്ത്രിയായപ്പോഴും അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇറിഗേഷൻ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പറമ്പുകുളം ഇനിയും പുതുക്കപ്പെടാത്ത കരാറ് പുതുക്കാനുള്ള സന്ദർഭമായിരുന്നു. വിവാദമായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മുടെ ജനങ്ങളുടെ സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട്, സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ ഡാം നിർമ്മാണത്തിൽ തീരുമാനമെടുക്കാൻ കഴിയണമായിരുന്നു. ഇതൊന്നും തന്നെ അദ്ദേഹം ജലസേചന മന്ത്രിയായിരുന്ന കാലത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ വൈദ്യുതി വകുപ്പ്, യഥാർത്ഥത്തിൽ വൈദ്യുതി വകുപ്പിൽ കെ കൃഷ്ണൻകുട്ടിയെ പോലെ പ്രഗത്ഭനായ ഒരു മന്ത്രിയുടെ ആവശ്യമില്ല. കാരണം അത് ചെയർമാനും അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർക്കും ചേർന്ന് ചീഫ് എഞ്ചിനീയർക്കും ചേർന്ന് ഭരിക്കാവുന്ന ഒരു കമ്പനി മാത്രമാണ്. കാരണം
ജനങ്ങൾക്ക് വൈദ്യുതി നൽകുന്നു, ഫാക്ടറികൾക്ക് വൈദ്യുതി നൽകുന്നു, അതിൻ്റെ കാശ് കളക്ട് ചെയ്യുന്നു, ശമ്പളം കൊടുക്കുന്നു എന്നതിനപ്പുറം സൈലന്റ് വാലി വിവാദത്തിന് ശേഷം ഇതുവരെ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന ഹൈഡൽ പ്രോജക്റ്റുകളൊന്നും തന്നെ നമുക്കുണ്ടായിട്ടില്ല. കാരണം സൈലന്റ് വാലി അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും നിർത്തിവെക്കുകയും ചെയ്തു. പക്ഷേ തുടർന്ന് വന്ന സർക്കാരുകൾക്ക് ഹൈഡൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഫലപ്രദമായ ചർച്ചകളോ കാര്യങ്ങളോ നടന്നിട്ടില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഈ KMML കെട്ടിക്കിടക്കുന്ന തോറിയമുണ്ട്. തോറിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വൈദ്യുതി ബോർഡിന് ചെയ്യാം. പക്ഷെ അതൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ വലിയ വിലയ്ക്ക് അദാനിയിൽ നിന്നും അതുപോലുള്ള കുത്തക കമ്പനികളിൽ നിന്നും വലിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങി അത് ജനങ്ങൾക്ക് നൽകുകയും അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുകയുമാണ്. അപ്പോൾ ചുരുക്കത്തിൽ വൈദ്യുതി മന്ത്രിയായി ഇദ്ദേഹം തുടരുമ്പോൾ മഴ പെയ്തതുകൊണ്ട് ഇത്തവണ പവർ കട്ട് ഉണ്ടായില്ല എന്ന് മാത്രം. മഴ വൈകിയിരുന്നെങ്കിൽ തീർച്ചയായും പവർ കട്ടിൻ്റെ പിടിയിൽ കേരളം അകപ്പെടുമായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വവും മനുഷ്യരോടുള്ള ആഭിമുഖ്യവും ഒന്നും തന്നെ ചോർന്നു പോയിട്ടില്ല എന്നൊന്ന് തെളിയിച്ചു. ഈ മനുഷ്യരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെ മന്ത്രി ഉണ്ടായിരുന്നു. ഫയർഫോഴ്സുകാർ രക്ഷിച്ച് കൊണ്ടുവന്ന ആളുകളെ കൈകൊടുത്ത് കരയിലേക്ക് കയറ്റിയവരിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മന്ത്രി തന്നെയാണ് കെ കൃഷ്ണൻകുട്ടി.